ഹായ്, ഇന്ന് നമ്മളാണെങ്കിൽ സേമിയ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഈ ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവിടെ കുറച്ച് സേമിയ ആണെങ്കിൽ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വറുക്കുമ്പോൾ ഇച്ചിരി നെയ്യും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1.25 ഗ്ലാസ് വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് അതങ്ങ് വേവിച്ച് മാറ്റി വെച്ച് കേട്ടോ. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് നമ്മളാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കടുകും പൊട്ടിച്ചെടുത്തു. എന്നിട്ട് കുറച്ച് സവോളയും പിന്നെ തക്കാളിയും പിന്നെ കുറച്ച് പച്ചമുളകും ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് അതങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ മസാലകളായ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഇച്ചിരി ഇട്ടിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വേവിച്ച് വെച്ച സേമിയയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ ബൈ.